നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു റോസ് ചെടിയെ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടാൻ പോവുകയാണ്. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇലകൾ, നമ്മൾ അടിച്ചു വാരി കൂട്ടുന്ന ഇലകളുണ്ടല്ലോ, അത് കുറച്ചെടുത്തിട്ട് നിറച്ച് വെക്കുന്നുണ്ട്. ഇത്തിരി ഇല ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് ഇനി മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മണ്ണിന് മുകളിലായിട്ട് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ മണ്ണും ചകിരിച്ചോറൊക്കെ പാടെ മുകളിലൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വാങ്ങിച്ച റോസ് ചെടിയെ കുഴിച്ചിടാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് വാങ്ങിക്കുമ്പോൾ ഇങ്ങനൊരു കവറിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കവർ മാറ്റിയതിന് ശേഷം ഇനി ഇതിലൊന്ന് കുഴിച്ചിടണം. അതിനായിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ സെൻറ്ററിലായിട്ട്, ആ മണ്ണിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് ഈ ചെടി ഇറക്കി വയ്ക്കാം. ചെടി വെച്ചതിന് ശേഷം ഞാൻ മണ്ണൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെടിയിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു വളം ചെടിയുടെ ചുറ്റുഭാഗത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ ഒരു വളമാണിത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട്, അധികമൊന്നും വേണ്ട, കുറച്ചെടുത്തിട്ട് ചെടിയുടെ ചുറ്റുഭാഗത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളം ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി എൻ്റെ ചെടി നടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ നട്ട ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.